കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. അച്ചടക്കമുള്ള പ്രവർത്തകരായി പാർട്ടിക്കൊപ്പം ഒറ്റക്കെട്ടായി അണിചേരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിലെ ലീഗിന്റെ അതൃപ്തി ജില്ലാ കമ്മിറ്റിയുമായി സംസാരിച്ച ശേഷം പരിശോധിക്കുമെന്നും സണ്ണി ജോസഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയുകയാണ്. ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ എങ്ങനെ കാണുന്നുണ്ട്? UDF വലിയ വിജയപ്രതീക്ഷയിലാണ്. പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് ചർച്ച ഒക്കെ വേഗത്തിൽ നടന്നു. വളരെ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു, പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു. അതുപോലെ അഴിമതിയാണ്. ശബരിമലയിലെ കൊള്ള CPM നേതാക്കന്മാർ ഒന്നൊന്നായി പ്രതി ചേർക്കപ്പെടുന്നു, പിടിക്കപ്പെടുന്നു. ഇനിയും കൊള്ളവസ്തുക്കൾ കണ്ടെടുക്കാനുണ്ട്. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അക്കാര്യത്തിൽ അനാസ്ഥയുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ പ്രതിഷേധത്തിലാണ്. ഇതെല്ലാം വോട്ടായിട്ട് മാറും. UDF ചരിത്ര വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടുക തന്നെ ചെയ്യും. ഈ ചിലയിടത്തെങ്കിലും വിമതശല്യമുണ്ട്. ആ വിമതരോട് എന്താണ് പറയാനുള്ളത്? അവരോടെല്ലാം ഐക്യജനാധിപത്യ മുന്നണിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകരായിട്ട് മാറണം. ആരെങ്കിലും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ നോമിനേഷൻ ഉണ്ടെങ്കിൽ ഇന്നും നാളെയും ആലോചിച്ച് അവർ 24-ആകുമ്പോഴേക്കും എല്ലാവരും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ രാഷ്ട്രീയ മത്സരത്തിൽ എല്ലാവരും അണിചേരണം. ഈ മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിലെ KPCC നേതൃത്വത്തിനെതിരെ DCC നേതൃത്വത്തിനെതിരെ അവിടുത്തെ ലീഗ് വലിയ രീതിയിൽ ആക്ഷേപം കൊണ്ടുവരുന്നുണ്ട്. ഈ യോഗത്തിലടക്കം ലീഗിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. ഈ ഒരുമിച്ചുള്ള മത്സരം ഒഴിവാനുള്ള കാരണം പോലും ഈ KPCC DCC നേതൃത്വം എന്നാണ് അവർ ആക്ഷേപിക്കുന്നത്. ഞാനത് പരിശോധിക്കും, മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കും. ജില്ലാ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ക്യാമറ പേഴ്സൺ സാദിഖിനോടൊപ്പം RB സനു, മീഡിയ 1.